ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പ്ലേസ്റ്റേഷൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും അത് ഓൾറെഡി കയ്യിലുള്ളവരും ഒരുപോലെ ചോദിക്കുന്ന കാര്യമാണ് പ്ലേസ്റ്റേഷൻ പ്ലസ് മെമ്പർഷിപ്പ് എന്നത് ശരിക്കും എടുക്കേണ്ട സാധനമാണോ അല്ലെങ്കിൽ അത് വോർത്താണോ എന്നുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, പ്ലേസ്റ്റേഷൻ പ്ലസ് മെമ്പർഷിപ്പ് എന്നത് മാൻഡറ്ററി അല്ല, അതൊരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. സോണി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ സർവീസ് മാത്രമാണ് ഈ പ്ലേസ്റ്റേഷൻ പ്ലസ് മെമ്പർഷിപ്പ് എന്നത്. സോണി ഈ PS പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്നത് 3 കാറ്റഗറിയിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 കാറ്റഗറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ വഴി ഡൗൺലോഡ് ചെയ്യുന്നതോ ക്ലെയിം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ഗെയിമും ടെക്നിക്കലി നമ്മൾ ഓൺ ചെയ്യുന്നില്ല. അതൊരു ലൈക്ക് വാടക വീട് പോലെയാണ്. നമ്മൾ ഈ മന്ത്ലി പൈസ കൊടുക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഗെയിമുകൾ കളിക്കാൻ പറ്റും. വൺസ് നമ്മൾ ഈ വാടക കൊടുപ്പ് എന്ന് നിർത്തുന്നോ അന്ന് ഈ പരിപാടിയെ നിൽക്കും. ഫുള്ള് നമ്മൾ അതുവഴി കളിച്ചു വെച്ച എല്ലാ ഗെയിംസുകളും ലോക്ക് വീഴും. അതുകൊണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഒരു മാസം ഈ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാം ക്ലെയിം ചെയ്ത് വെച്ചിട്ട് ഇതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതിയല്ലോ എന്ന് കരുതുന്ന ലോജിക്ക് ഇവിടെ വർക്ക് ആവത്തില്ല. കാരണം ഈ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലമേ നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ ഇനി നമുക്ക് ഈ 3 കാറ്റഗറികളെ പരിചയപ്പെടാം. എസെൻഷ്യൽ, എക്സ്ട്രാ, ഡീലക്സ്. ആദ്യം എസെൻഷ്യലിനെ പറ്റി നോക്കാം. ഇതാണ് 3 എണ്ണത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് പ്ലാൻ. ഒരു മാസത്തേക്ക് 500 രൂപയും 3 മാസത്തേക്ക് 1200 രൂപയും 12 മാസത്തേക്ക് അത് 3949 രൂപയുമാണ്. എസെൻഷ്യൽ മെമ്പർഷിപ്പ് എടുത്താൽ ആദ്യം നമുക്ക് അൺലോക്ക് ആവുന്ന മെയിൻ ഫീച്ചറാണ് ഓൺലൈൻ മൾട്ടിപ്ലെയർ. അതായത് ഫിഫ, GTA ഓൺലൈൻ, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഓൺലൈൻ ഗെയിംസ് ഫ്രണ്ട്സുമായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ PS പ്ലസ് എസെൻഷ്യൽ എങ്കിലും എടുക്കണം. അല്ലാത്ത പക്ഷം ഓൺലൈൻ ഗെയിംസുകൾ ഒന്നും തന്നെയും കളിക്കാൻ പറ്റത്തില്ല. ഇതിനുശേഷം നമുക്ക് കിട്ടുന്ന മറ്റൊരു ഫീച്ചറാണ് ഷെയർ പ്ലേ. ബേസിക്കലി നമ്മളെ കൺസോളിൽ കളിക്കുന്ന ഗെയിം മറ്റൊരാൾക്ക് ലൈവായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ പറയുന്ന ഷെയർ പ്ലേ എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കളിക്കുന്ന ഗെയിം എൻ്റെ ഫ്രണ്ടിന് അവൻ്റെ വീട്ടിലിരുന്ന് അവൻ്റെ സ്ക്രീനിൽ തത്സമയം കാണാൻ പറ്റും ഞാൻ കളിക്കുന്നത്. അത് മാത്രമല്ല, അവനെയും എനിക്ക് ആ ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിന് അവൻ്റെ കയ്യിൽ ഞാൻ ഈ കളിക്കുന്ന ഗെയിം വേണമെന്നുമില്ല, ഈ പറയുന്ന മെമ്പർഷിപ്പും അവന് വേണമെന്നില്ല. 2 പേരിൽ ഒരാൾക്ക് മതി ഈ പ്ലസ് മെമ്പർഷിപ്പ്. ഉദാഹരണത്തിന് ഞാനൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെസിഫിക് മിഷനിൽ എന്നെ കൊണ്ട് അത് കളിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുക, അവൻ ആ മിഷൻ കളിച്ച് ക്ലിയർ ചെയ്ത് തരാം. അതിന് പുറമെ WWE, ഫിഫ, മോട്ടോർ കോമ്പാക്ട് പോലുള്ള ഗെയിംസുകളിൽ ഓപ്പോണന്റ് ആയിട്ടും അവനെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ കളിക്കുന്നതിന് 2 പേർക്കും പ്ലേസ്റ്റേഷൻ പ്ലസ് റിക്വയർഡ് ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ, ഒരു വീട്ടിലിരുന്ന് 2 കൺട്രോളർ കണക്ട് ആക്കി ഫ്രണ്ട്സ് ആയിട്ട് കളിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ പ്ലേ വഴി 2 വീട്ടിലിരുന്ന് കളിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അടുത്തൊരു ഫീച്ചറാണ് ഗെയിം ഹെൽപ്പ്. സപ്പോസ് നമ്മൾ ഒരു മിഷനിൽ സ്റ്റക്കായി, അതെങ്ങനെ ആ ലെവൽ ക്ലിയർ ചെയ്യുമെന്ന് ഡൗട്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ഹിന്റ് വരും, ആ ലെവൽ എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളത്. സോ അത് കണ്ടുകൊണ്ട് നമുക്ക് ഗെയിംസ് കംപ്ലീറ്റ് ആക്കാൻ കുറച്ചും കൂടെ ഈസി ആകും. അടുത്ത നമുക്ക് കിട്ടുന്നതാണ് ക്ലൗഡ് സ്റ്റോറേജ്. നമ്മുടെ സേവ്ഡ് ഡാറ്റ, ഗെയിം സേവ്സ് ഒക്കെ നമുക്ക് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് പല ബെനിഫിറ്റ്സും ഉണ്ട്. 1, കൺസോൾ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആവും. 2, സപ്പോസ് നമ്മൾ PS4 നിന്ന് PS5 ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഈ സേവ്ഡ് ഡാറ്റ ട്രാൻസ്ഫർ ഇത് മുഖേന വളരെ ഈസി ആയിട്ട് പറ്റും. അതുപോലെ എക്സ്ക്ലൂസീവ് പാക്സ് കിട്ടും. വാലോറന്റ്, PUBG, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിംസുകളിൽ ടോക്കൺസ്, സ്കിൻസ്, ഇൻ ഗെയിംസ് ഐറ്റംസ് ഒക്കെ ഹെവി ഡിസ്കൗണ്ടിൽ കിട്ടും. സംടൈംസ് ഫ്രീ ആയിട്ടും കിട്ടും. അതുപോലെ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സും കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമിന് 4000 രൂപയാണെന്ന് വെക്കുക, ഈ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 3500, 3000 റേഞ്ചിൽ കിട്ടാം. ഇതിനൊക്കെ പുറമെ ഈ എസെൻഷ്യലിന് ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. അതാണ് മന്ത്ലി ഗെയിംസ്. ഓരോ മാസവും ഒരു 3 ഗെയിംസുകൾ നമുക്ക് സോണി ഇതുവഴി ഫ്രീ ആയിട്ട് തരും. അതിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പം കൊള്ളാത്തതും ആയിരിക്കും. സോ ആ ഗെയിംസ് നമുക്ക് ക്ലെയിം ചെയ്ത് ലൈബ്രറിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെയും ഒരു ക്യാച്ച് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയും ബാധകമാവും. നമ്മൾ ഈ മന്ത്ലി പൈസ കൊടുക്കുന്നിടത്തോളം കാലമേ നമുക്ക് ഇതും ആക്സസ് ചെയ്യാൻ പറ്റൂ, അല്ലാത്ത പക്ഷം ഇതും പൂട്ട് വീഴും. അപ്പോൾ ഇത് ഇത്രയാണ് എസെൻഷ്യലിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സ്ട്രയിലോട്ട് കയറാം. എക്സ്ട്രാ മെമ്പർഷിപ്പിന് ഒരു മാസം വരുന്നത് 749 രൂപയാണ്. 3 മാസത്തേക്ക് 2000, 12 മാസത്തേക്ക് അത് 6700 രൂപയും എന്നിങ്ങനെയാണ് വരുന്നത്. എക്സ്ട്രയിൽ ഞാൻ നേരത്തെ എസെൻഷ്യലിൽ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും ഇതിൽ കിട്ടും. അതിന് പുറമെ ഒരു 2 എണ്ണവും കൂടെ അഡീഷണൽ വരും. ആദ്യത്തെ എക്സ്ട്രാ ഫീച്ചറാണ് Ubisoft ക്ലാസിക്സ്. അസാസിൻസ് ക്രീഡ്, ബ്ലാക്ക് ഫ്ലാഗ്, വാൽഹാല, ഫാർ ക്രൈ പോലുള്ള Ubisoft ടൈറ്റിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒക്കെ പുറമെ രണ്ടാമത്തെ എക്സ്ട്രയുടെ ബിഗ്ഗസ്റ്റ് ഫീച്ചറാണ് ഗെയിം കാറ്റലോഗ്. ഓണസ്റ്റ്ലി പറഞ്ഞാൽ PS പ്ലസ് മെമ്പർഷിപ്പിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഗെയിം കാറ്റലോഗ്. ഈ കാറ്റലോഗിൽ സോണി പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു ലൈബ്രറി തന്നെ ഉണ്ടാകും. GTA, ലാസ്റ്റ് ഓഫ് അസ്, ഗോസ്റ്റ് ഓഫ് ട്യൂഷിമ, സ്പൈഡർമാൻ തുടങ്ങി അങ്ങനെ ലിറ്ററലി 400-ലധികം ഹ്യൂജ് ഗെയിം കളക്ഷനിലേക്കാണ് നമുക്ക് ആക്സസ് കിട്ടുന്നത്. നോർമലി ഒരു ഗെയിം വാങ്ങാൻ 4000-5000 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടധികം ഗെയിംസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി പറയുവാണെങ്കിൽ പുതിയ കൺസോൾ യൂസേഴ്സിന് ഇത് മോർ ദാൻ ഇനഫ് ആണ്. ആൻഡ് ഈ ഗെയിം കാറ്റലോഗിൽ ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, OTT പ്ലാറ്റ്ഫോം പോലെയാണ്. മൂവീസ് വരും പോകും എന്ന പോലെ ഈ ഗെയിം കാറ്റലോഗുകളിലും ഇന്ന് കാണുന്ന ഗെയിം എക്കാലവും കാണത്തില്ല. ചില ഗെയിംസുകൾ വരും, ചില ഗെയിംസുകൾ റിമൂവ് ആവും. സോണി അവരുടെ കോൺട്രാക്ട് അനുസരിച്ച് കാറ്റലോഗുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് മുന്നേ RDR2 കാറ്റലോഗുകളിൽ കിട്ടുമായിരുന്നു. ഇടക്കാലത്ത് വെച്ച് അവരത് റിമൂവ് ആക്കി പിന്നും വരുന്നു എന്നൊരു ന്യൂസും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളൊരു ഗെയിം കളിച്ച് പാതിയോളം ആകുമ്പോഴത്തേനും ഗെയിം കാറ്റലോഗിൽ നിന്ന് ആ ഗെയിം റിമൂവ് ആയി കഴിഞ്ഞാൽ ഫുള്ളും
അവിടെ ഒരു പൂട്ട് വീഴും. 3 പ്ലാനിനും അതിൻ്റെതായ ബെനിഫിറ്റ്സിന് പുറമെ മന്ത്ലി അവർ 3 ഗെയിംസുകൾ വീതം പ്രൊവൈഡ് ചെയ്യും. 3 ഒരേപോലെയാണ്. മന്ത്ലി ഒരു ഫ്രീ ഗെയിംസ് എന്ന തരത്തിൽ 3 ഗെയിംസുകളും കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ട്രയിൽ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഡീലക്സിലോട്ട് കയറാം. ഡീലക്സിൽ ഒരു മാസത്തേക്ക് 849 രൂപയാണ്. 3 മാസത്തേക്ക് അത് 2300, 12 മാസത്തേക്ക് 7600 രൂപയാണ് അതിൽ ചാർജ് ചെയ്യുന്നത്. ഡീലക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എസെൻഷ്യലും അതുപോലെ എക്സ്ട്രയിലും വരുന്ന കംപ്ലീറ്റ് ബെനിഫിറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആവും. അതിന് പുറമെ ക്ലാസിക് കാറ്റലോഗും കൂടെ ഈ പറയുന്ന ഡീലക്സിൽ കിട്ടും. അതായത് പഴയ PS1, PS2, PS3 ഗെയിംസുകളും കളിക്കാൻ പറ്റും. റെട്രോ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നൈസ് ഓപ്ഷനാണ്. ഞാൻ ഈ പറഞ്ഞ ക്ലാസിക് കാറ്റലോഗിൽ തന്നെ 300-ൽ പരം ഗെയിമുകളാണുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഗെയിം കാറ്റലോഗും ക്ലാസിക് കാറ്റലോഗും എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും ഏകദേശം 800-ലധികം ഗെയിമുകളിലേക്കാണ് നമുക്ക് ആക്സസ് കിട്ടുന്നത് ഡീലക്സിൽ. അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ ഗെയിം ട്രയൽസ് ആണ്. ഒരു ഗെയിം വാങ്ങുന്നതിന് മുന്നേ 1-2 മണിക്കൂർ ആ ഗെയിം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ കിട്ടും. അതായത് ഒന്ന് കളിച്ച് നോക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതിലൂടെ ആ ഗെയിം വോർത്താണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഹോണസ്റ്റ്ലി പറയാൻ ഇന്ത്യയിൽ ഈ ഡീലക്സിന് അത്ര വാല്യൂ ഇല്ല. ഒരുപാടധികം പേര് അങ്ങനെ എടുക്കാറുമില്ല. അതിന് കാരണം ഇന്ത്യക്ക് പുറത്ത് മറ്റ് കൺട്രീസിൽ ഡീലക്സിന് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. ഇന്ത്യയിൽ അത് കിട്ടത്തില്ല. അതിൽ ഒന്നെന്ന് പറയുന്ന സോണി പിക്ചേഴ്സ് കാറ്റലോഗാണ്. അതുണ്ടായിരുന്നേ സോണി മൂവീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയേനെ. രണ്ടാമത്തതാണ് ക്ലൗഡ് ഗെയിമിംഗ്. ഗെയിം ഡൗൺലോഡ് ചെയ്യാതെ സെർവറിൽ നിന്ന് സ്ട്രീം ചെയ്ത് കളിക്കുന്ന രീതിയാണ് ക്ലൗഡ് ഗെയിമിംഗ്. ഇതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ഡീലക്സ് അധികം ആരും കൺസിഡർ ചെയ്യാത്തത്. പക്ഷേ സം ടൈംസ് ഈ പറയുന്ന മെമ്പർഷിപ്പുകളിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ പലപ്പോഴും വരുമ്പോൾ എക്സ്ട്രയും ഡീലക്സും സെയിം പ്രൈസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഡീലക്സ് തന്നെയായിരിക്കും ബെറ്റർ ചോയ്സ്. നോർമൽ പ്രൈസിംഗ് നോക്കിയാൽ ഓവറോൾ വാല്യൂ ഫോർ മണി സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് PS+ എക്സ്ട്രയാണ് രണ്ടാമത് പറഞ്ഞത്. കാരണം അതിൽ ഓൺലൈൻ ഗെയിമിങ്ങും ഫസ്റ്റ് കാറ്റഗറിയിലുള്ള എസെൻഷ്യലിന്റെ ബെനിഫിറ്റും അതിന് പുറമെ 400-ൽ പരം ഹ്യൂജ് ഗെയിംസുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗെയിം കാറ്റലോഗുമാണ് കിട്ടുന്നത്. പിന്നെ മന്ത്ലി 3 ഗെയിംസും കിട്ടും. ഇതാണ് സോണി പ്രൊവൈഡ് ചെയ്യുന്ന 3 PlayStation Plus മെമ്പർഷിപ്പുകൾ. ഇഷ്ടമുള്ളവർക്കും മന്ത്ലി ഇത് അടച്ചു പോകാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളവർക്കും ഇത് എടുക്കാം. അല്ലാത്തവർക്ക് നോർമലി സ്റ്റോറിൽ കയറി ഡീൽസുകൾ വരുമ്പോൾ ഇഷ്ടമുള്ള ഗെയിംസുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഡിസ്ക് വെർഷൻ ഉള്ളവർക്ക് CD-യും വാങ്ങി ഗെയിംസുകൾ കളിക്കാം. സോ അപ്പോൾ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് വരും, നമ്മളൊരു 3 മാസത്തേക്കൊക്കെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോയി 4ാമത്തെ മാസം ആയപ്പോഴത്തേന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ വിചാരിക്കുകയാണ് പിന്നീട് ഒരു നാൾ കണ്ടിന്യൂ ചെയ്യാം എന്ന തരത്തിൽ അത് ക്യാൻസൽ ചെയ്യുകയാണ്. സ്വാഭാവികമായി നമ്മൾ അതുവരെ കളിച്ചു വെച്ചിരുന്ന ഗെയിംസുകളെല്ലാം ലോക്ക് വീഴും. സോ അതിന്റെ കൂടെ നമ്മൾ അതുവരെ കളിച്ചു വെച്ച ഗെയിം ഡേറ്റയും കൂടെ ഇറൈസ് ആയി പോകും എന്നുള്ളത്. ഒരിക്കലും ഗെയിം ഡേറ്റ ഇറൈസ് ആയി പോകത്തില്ല. നമ്മൾ എവിടെ വരെയാണോ കളിച്ചു വെച്ചത് ആ ഗെയിംസിന്റെ ഡേറ്റ ഒക്കെ ഓട്ടോമാറ്റിക്കലി ക്ലൗഡിൽ സ്റ്റോറായി അവിടെ തന്നെ കിടക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കും. സോണിയുടെ ഒഫീഷ്യൽ പോളിസി പ്രകാരം 6 മാസത്തേക്ക് മാത്രമേ ക്ലൗഡിൽ അവർ ഈ ഡേറ്റാസ് കീപ്പ് ചെയ്യാറുള്ളൂ. പക്ഷേ പലർക്കും 1 ഇയർ വരെയൊക്കെ ഈ ഡേറ്റാസ് ക്ലൗഡിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ കൺസോളിന്റെ ഇന്റേണൽ സ്റ്റോറേജിലും ഈ ഗെയിം ഡേറ്റയൊക്കെ സേവ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു നാൾ പിന്നും ഒരു വർഷം കഴിഞ്ഞിട്ടായാലും ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ പിന്നും തുടരാമെന്നും പറഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഗെയിംസുകളൊക്കെ എടുക്കുമ്പോഴത്തേനും എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ വെച്ച് നിങ്ങൾക്ക് പിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കാം. അപ്പോൾ ഓർമ്മയില്ല, ബൈ.